അയോധ്യ, വാരണാസി, ചിത്രകൂട് എന്നീ സമീപത്തെ മറ്റു 3 പട്ടണങ്ങളിലും ഭക്തരുടെ എണ്ണത്തിൽ വർധനവാണ് രേഖപ്പെടുത്തിയത്. മേഖലയെ വാഹന നിരോധന മേഖലയായി പ്രഖ്യാപിച്ചതായും ആംബുലൻസ് ഒഴികെയുള്ള വാഹനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചതായും അധികൃതർ അറിയിച്ചു. കൂടാതെ എല്ലാ VVIP പാസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മേള മേഖലയിൽ വൺ വേ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തി. പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനും പ്രത്യേക പാതകളും ഉണ്ടാകും. പ്രയാഗ്രാജിലേക്ക് വരുന്ന വാഹനങ്ങൾ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി പ്രവേശനം അനുവദിക്കുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞു. ക്രൗഡ് മാനേജ്മെന്റിൽ മേള ഭരണകൂടത്തെ സഹായിക്കാൻ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിലുള്ള 5 മുതിർന്ന ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാർ വിന്യസിച്ചിട്ടുണ്ട്. ഈ പുതിയ ക്രമീകരണങ്ങളെല്ലാം ഫെബ്രുവരി 3-ന് ബസന്ത് പഞ്ചമി വരെ നിലനിൽക്കും. ഭക്തരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അധിക ബസ്സുകൾ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെക്കോർഡ് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന അയോധ്യയിൽ അധിക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അധികൃതർ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.